2 വരെ കംപ്ലീറ്റ് നോക്കി, അതുപോലെ അതിൻ്റെ ക്വസ്റ്റ്യൻസും കഴിഞ്ഞതാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സം ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ഇൻ റിലേറ്റഡ് ടു ഓൾ മൊഡ്യൂൾസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിനകത്ത് പാർട്ട് എ ആയിട്ടും അതുപോലെ ബി ആൻഡ് സി ആയിട്ടുമാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടിരിക്കുന്നത്. ഇത് വലിയ വാസ്റ്റ് സബ്ജക്റ്റാണ്, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എനിക്ക് ക്വസ്റ്റ്യൻസ് ഇടാൻ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് മേജർ ക്വസ്റ്റ്യൻ. ഓൾമോസ്റ്റ് എ പാർട്ടിലൊരു 32 ക്വസ്റ്റ്യൻസും ബി ആൻഡ് സി പാർട്ടിൽ 24 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇത് എ പാർട്ട് കഴിഞ്ഞിട്ട് എടുക്കാനെന്നാൽ താമസിക്കും. അതുകൊണ്ട് ഞാൻ എ പാർട്ടിൽ കുറച്ച് ഒരു വീഡിയോ കഴിയുമ്പോൾ പിന്നെ ഒരു ബി പാർട്ടിലെ സെഷനായിരിക്കും, പിന്നെ എ പാർട്ടിൽ, അങ്ങനെയാണ് നമ്മൾ വീഡിയോസ് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓൾമോസ്റ്റ് 6 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത്. വാട്ട് ആർ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ, ദെൻ ഡിഫൈൻ പീപ്പിൾ, what is meant by self-monitoring, different theories of learning, distinguish between financial and non-financial incentives, and what are values. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ വെച്ച് നോക്കിയപ്പോൾ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിനകത്ത് പലതും. ഇപ്പോൾ വാല്യൂസ് ഒക്കെ കുറേ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ദെൻ പവർ ആൻഡ് പൊളിറ്റിക്സ് കുറേ വന്നിട്ടുണ്ട്. അതേപോലെ ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. സോ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഐ ഹോപ്പ് ദാറ്റ് എവരിബഡി ഈസ് നൗ ഹാവിങ് ദ നമ്പർ. പിന്നെ ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫോർ ഷെയറിങ് യുവർ ഡൗട്ട്സ്, ഫോർ ഗെറ്റിംഗ് യുവർ ആൻസേഴ്സ്, നോട്ട്സ് അവൈലബിൾ ആയിട്ടുള്ള നോട്ട്സ് എല്ലാം ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം ആ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ജസ്റ്റ് ജോയിൻ ദ ഗ്രൂപ്പ് ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനകത്തും ഡിസ്കഷൻ നടക്കാം. അല്ല പേഴ്സണലി വേണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലിയും കോൺടാക്ട് ചെയ്യാം. ഐ ഹോപ്പ് എവരിബഡീസ് ഹാവ് എ നമ്പർ. ഇനി അറിയ നമ്പർ ഇല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഐ ക്യാൻ സെൻഡ് ദം. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട് ദ സെഷൻ. സോ അപ്പോൾ നമ്മളുടെ പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഡസ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഇൻക്ലൂഡ്? ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. അത് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് നമ്മൾ പഠിക്കുന്നത് ഫോർ സ്റ്റഡിങ് ദ ഓർഗനൈസേഷൻ, ഫോർ സ്റ്റഡിങ് ഓൾ ദ പീപ്പിൾ ഇൻവോൾവ് ഇൻ ദ ഓർഗനൈസേഷൻ, പിന്നെ ഔട്ട്സൈഡ് വേൾഡ് എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ. എല്ലാ ഓർഗനൈസേഷനുള്ളിലുള്ളതും പുറത്തുമായിട്ടുള്ള ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സിൻ്റെയും ബിഹേവിയർ നമുക്ക് അറിഞ്ഞിരിക്കണം. ഒൺലി ദെൻ വി ക്യാൻ റൺ എ ബിസിനസ് ഇൻ ആൻ എഫിഷ്യൻറ്റ് വേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു മേജർ കമ്പോണൻറ്റ് തന്നെയാണ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ്, അല്ലേ? എൻവയോൺമെൻറ്റ് തന്നെ ഒരു മെയിൻ കമ്പോണൻ്റ് ആണ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. ടെക്നോളജി ഇസ് അനദർ കമ്പോണൻറ്റ്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഇസ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. ആൻഡ് വാട്ട് ഇസ് ദിസ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ് മീൻസ്? ഈ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും ഉണ്ടാവും, എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റും ഉണ്ടാവും. ഓക്കെ, ഇൻറ്റേർണൽ ആസ് വെൽ ആസ് എക്സ്റ്റേർണൽ. ഇൻറ്റേർണൽ എന്ന് പറയുമ്പോൾ എന്താ? ഒരു ഓർഗനൈസേഷൻ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ അതിന് ഉള്ള കുറേ ഫോഴ്സസും കണ്ടീഷൻസും ഒക്കെ ആയിരിക്കും. സോ ദീസ് കൺസ് ഓഫ് കണ്ടീഷൻസ് ആൻഡ് ഫോഴ്സസ് വിത്തിൻ ദ ഓർഗനൈസേഷനുള്ളിലുള്ള കുറേ കണ്ടീഷൻസ്, അതുപോലെ ഓർഗനൈസേഷനുള്ളിലുള്ള കുറേ ഫോഴ്സസ്, വിച്ച് ആർ some of the major components of a physical environment. Internal physical environment are owner, the main owner, then the board of directors, employees, organized labor and the organization culture. ഇതൊക്കെയാണ് നമ്മൾ ഫിസിക്കൽ എൻവയോൺമെൻറ്റിലെ ഇൻറ്റേർണൽ ഫിസിക്കൽ എൻവയോൺമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദ ഓണർ, ബോർഡ് ഓഫ് ഡയറക്ടർ, എംപ്ലോയീസ്, ഓർഗനൈസ്ഡ് ലേബർ ആൻഡ് ഓർഗനൈസേഷൻ കൾച്ചർ, ഇതെല്ലാം ഓർഗനൈസേഷന് വിത്തിനുള്ളതാണ്. പിന്നെ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റാണ്, പുറത്തുള്ളത്. ഓർഗനൈസേഷന് പുറത്തുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെ ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഓൺ ദ അതർ ഹാൻഡ് ദ എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റ് ഇസ് എവറിത്തിങ് ഔട്ട്സൈഡ് ആൻ ഓർഗനൈസേഷൻ ആൻഡ് ദാറ്റ് മൈ എഫക്റ്റ് ഇറ്റ്. ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ദ എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റ് എഫക്റ്റിംഗ് ദ ഓർഗനൈസേഷൻ മേ ബി അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 2 കാറ്റഗറീസ്. 2 ക്ലാസിഫിക്കേഷൻ അതിനുള്ളിലുണ്ട്. ദാറ്റ് ഈസ് ജനറൽ എൻവയോൺമെൻറ്റ് ആസ് ദ ടാസ്ക് എൻവയോൺമെൻറ്റ്. അപ്പം മെയിനായിട്ട് ഫിസിക്കൽ എൻവയോൺമെൻറ്റ് രണ്ടായിട്ടുണ്ട്, ഇൻറ്റേർണൽ, എക്സ്റ്റേർണൽ. ഇനി ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളത്, അതിൽ പല എക്സാമ്പിൾസ് ആണ് പറഞ്ഞാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഓണർ, എംപ്ലോയീസ് എക്സെട്ര. ഇനി സെക്കൻഡ് വൺ എക്സ്റ്റേർണലിനുള്ളിൽ തന്നെ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ജനറൽ ആൻഡ് ടാസ്ക് എൻവയോൺമെൻറ്റ്. ഇതിൽ ജനറൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ഫാക്ടേഴ്സ് വിച്ച് മേ നോട്ട് ഹാവ് ആൻ ഇമ്മീഡിയറ്റ് ഡയറക്റ്റ് എഫക്റ്റ് ഓൺ ദ ഓപ്പറേഷൻസ്. ഈ അവർ കാരണം ജനറൽ എൻവയോൺമെൻറ്റ് കാരണം വലിയ ചേഞ്ചസ് ഒന്നും ഓർഗനൈസേഷനുള്ളിൽ നടക്കുന്നില്ല. അതെല്ലാം ചിലപ്പോൾ എന്തെങ്കിലും ഫേമിൻ്റെ ആക്ടിവിറ്റീസ് എഫക്റ്റ് ചെയ്താൽ ചെയ്തു, അത്രയേ ഉള്ളൂ, വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല. These factors like the term technology, social, cultural or political factors, then general economic conditions etc. അതൊക്കെയാണ്. അത് ചിലപ്പോൾ എഫക്റ്റ് ചെയ്യാം. ഇപ്പോൾ എക്കണോമിക് കണ്ടീഷനൊക്കെ ചിലപ്പോൾ എഫക്റ്റ് ചെയ്യാറുണ്ട്, അല്ലേ? നമ്മുടെ ബിസിനസ് നിഫ്റ്റിയൊക്കെ ഇടിഞ്ഞ് പോകുമ്പോൾ ചിലപ്പോൾ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സും ചിലപ്പോൾ എഫക്റ്റ് ചെയ്യും, പക്ഷേ അത് എല്ലാ ബിസിനസ്സിനെയും ഒരേപോലെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. ബട്ട് ടാസ്ക് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ദോസ് ഫാക്ടേഴ്സ് വിച്ച് എഫക്റ്റ് ആൻഡ്
അഫക്റ്റ് സീരിയസ്ലി ഓർഗനൈസേഷൻ്റെ ഫണ്ടമെൻ്റലിനെ പോലും അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് ടോട്ടലി എഫക്റ്റ് ചെയ്യുന്ന കുറേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അതൊക്കെയാണ് നമ്മളുടെ ടാസ്ക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സപ്ലയേഴ്സ്, നമ്മുടെ കസ്റ്റമേഴ്സ്, ദ കോമ്പറ്റീറ്റീവ് റെഗുലേറ്റേഴ്സ്, ഇവരിലൊക്കെ എന്തൊക്കെ അവരുടെ ബിഹേവിയറിലോ അവരുടെ എൻവയോൺമെൻറ്റ് എന്തെങ്കിലും ചേഞ്ച് വന്നോ അബ്സല്യൂട്ട്ലി നമ്മുടെ ഓർഗനൈസേഷൻ അതിനെ എഫക്റ്റ് ചെയ്യും. നമ്മുടെ കസ്റ്റമേഴ്സിൽ മാറ്റം വന്നാൽ, നമ്മുടെ സപ്ലയേഴ്സ് നമ്മളുടെ ഓർഗനൈസേഷനുമായിട്ട് എന്തെങ്കിലും ക്ലാഷ് ഒക്കെ ഉണ്ടായ എന്താ ഓർഗനൈസേഷൻ തന്നെ എഫക്റ്റ് ചെയ്യും. അതുപോലെ വാട്ട് ആർ ദ റെഗുലേഷൻസ് ടേക്കൺ അപ്പ് ബൈ ദ കോമ്പറ്റീറ്റീവ് ഫേംസ്, നമ്മുടെ കോമ്പറ്റീറ്റീവ് ഫേംസ് പുതിയ സ്ട്രാറ്റജി കൊണ്ടുവന്നാൽ അത് നമ്മളെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സിനെ നമ്മൾ ടാസ്ക് എൻവയോൺമെൻറ്റ്, എക്സ്റ്റേണൽ തന്നെ ടാസ്ക് എന്ന രീതിയിലും വലിയ എഫക്റ്റ് ഉണ്ടാക്കാത്ത സോഷ്യൽ എക്കണോമിക് ലൈക്ക് തിങ്സ് ഫെസ്റ്റിലൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജനറൽ എൻവയോൺമെൻറ്റിൽ വരും. സോ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ഇസ് ദിസ്. ഓക്കെ, വാട്ട് ഇസ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് ചോദിച്ചാൽ എക്സ്റ്റേണൽ, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ തന്നെ ടാസ്ക് ആൻഡ് ജനറൽ. വിത്ത് എക്സാമ്പിൾ യു വോണ്ട് എക്സ്പ്ലെയിൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ is define people. പീപ്പിൾ വി നോൺ ആസ് ദിറ്റ് ഇസ് HR. ഓർഗനൈസേഷൻ്റെ HR ആണ് പീപ്പിൾ. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ പീപ്പിൾ എന്താ, HR എന്താണെന്ന് എഴുതുക. വൈ ഇറ്റ് ഇസ് നീഡഡ് ഇൻ എ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് കൂടെ എഴുതുക. ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉണ്ട്, വാട്ട് ഇസ് വാല്യൂസ്, വാട്ട് ഇസ് പീപ്പിൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതും ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയും കൂടെ എഴുതാൻ ശ്രമിക്കണം. ഓക്കെ, സോ പീപ്പിൾ ഇസ് എ ഫണ്ടമെൻ്റൽ ആസ്പെക്റ്റ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ. ഏറ്റവും ബേസിക് ഒരു ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ, ആ ഓർഗനൈസേഷൻ കൊണ്ടുപോകുന്ന ആൾക്കാർ തന്നെ പഠിക്കണം അല്ലേ. അതുകൊണ്ട് ആ പീപ്പിൾ എന്ന് പറയുന്നതായിരിക്കും എപ്പോഴും ഓർഗനൈസേഷൻ്റെ ബേസിക് ഓർ ദ മെയിൻ അസെറ്റ്. So it is a fundamental aspect of OB, and this element is the soul of the organization because people work to achieve the target of organization and the organization works to fulfill the needs of an individual or a group of individuals. അല്ലേ, ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് ഒരു ഓർഗനൈസേഷനും പീപ്പിളുമായിട്ട്. പീപ്പിൾ ഡു വർക്ക് ടു ഗെറ്റ് ദെയർ ലിവിങ്, പക്ഷേ അവർ ചെയ്യുന്നത് ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണ്. ഇനി ഓർഗനൈസേഷനോ അവരുടെയും നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ബട്ട് അതിൻ്റെ കൂടെ പീപ്പിളിനും കൂടെ വേണ്ടിയിട്ടാണ്, ഫോർ ഗിവിങ് ദം ബെനിഫിറ്റ്സ്. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനും ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് എപ്പോഴും പീപ്പിൾ ആൻഡ് ഓർഗനൈസേഷൻ റോള്. Then the word people can be anyone who is working inside the organization like the employees or the external people like supplier, customer, auditor or any government official. നമ്മൾ എൻവയോൺമെൻറ്റിൽ പറഞ്ഞില്ലേ, ഫിസിക്കൽ എൻവയോൺമെൻറ്റിൽ പെട്ട ഏതൊരാളും നമുക്ക് പീപ്പിളായിട്ട് പറയാം. അത് ചിലപ്പോൾ ഓർഗനൈസേഷന് ഉള്ളിലുള്ളവരാകാം, പുറത്തുള്ളവരും ആകാം, ലൈക്ക് കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ് എക്സെട്ര. Then organization behavior is centered around developing a strategic approach to find, train, recruit and retain the right professional for the right job and the right time, such that they become the future leaders of further the organizational goals, keeping in mind the company's most important assets, the people. കമ്പനിയുടെ ഏറ്റവും മെയിൻ അസറ്റ് എന്ന് പറഞ്ഞാൽ പീപ്പിളാണ്. അപ്പോൾ അവരെ ട്രെയിൻ ചെയ്യുക, റിറ്റെയിൻ ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക, അവർക്ക് വേണ്ട ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, എന്നിട്ട് കറക്റ്റ് പ്രൊഫഷണലിനെ കറക്റ്റ് സമയത്ത് കറക്റ്റ് ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കണം. ദാറ്റ് ഈസ് എ മേജർ definition or function of an organization and what their role in a people or HR. Okay, people are HR തന്നെ. Okay, so this is the second question. Question is, what do you mean by self-monitoring എന്താണ്? So it is a personality trait. നിങ്ങളുടെ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നതാണ് പേഴ്സണാലിറ്റി തിങ്ക്. സോ പേഴ്സണാലിറ്റി ട്രേറ്റ് ആണ് ഒരു സെൽഫ് മോണിറ്ററിങ് എന്ന കൺസെപ്റ്റ്. ഇറ്റ് ഇൻവോൾവ്സ് ദ എബിലിറ്റി ടു മോണിറ്റർ ആൻഡ് regulate the self-presentation, emotions and behavior in response to the social environment and situation. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഓരോ ഫാക്ടേഴ്സിനനുസരിച്ച് നമ്മൾ എങ്ങനെ പെരുമാറണം, നമ്മളെ പ്രസൻറ്റ് ചെയ്യണം, എങ്ങനെ നമ്മുടെ ഇമോഷൻസ് ഉണ്ടാവണം, അതിനെയാണ് നമ്മൾ സെൽഫ് മോണിറ്ററിംഗ് എന്ന് പറയുക. ഒരു ഇൻ്റർവ്യൂവിന് പോയാൽ നമുക്കൊരു സെൽഫ് മോണിറ്ററിംഗ് ഉണ്ടാവും, ഹൗ ടു ബിഹേവ് ഇൻ ആൻ ഇൻ്റർവ്യൂ ആണ് നമ്മളുടെ സോഷ്യൽ എൻവയോൺമെൻറ്റ് അല്ലേ. അവിടെ വരുന്ന പാനൽ, ബാക്കിയുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെയാണ് നമ്മുടെ സോഷ്യൽ എൻവയോൺമെൻ്റ് ആയിട്ട് വരുന്നത്. സോ ഹൗ വി വിൽ പ്രസൻറ്റ് അവർ സെൽഫ്, നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നമ്മൾ ഒരു കാം ഇമോഷൻ വെച്ച്, അല്ലാതെ അവിടെ പോയി ഭയങ്കര എൻജോയ്മെൻറ്റ് കാണിക്കാൻ പറ്റില്ല. കാം ഇമോഷൻ ആയിരിക്കണം, ബിഹേവിയർ ഭയങ്കര ഡീസൻറ്റ് ബിഹേവിയർ ആയിരിക്കണം, മാനറിസം ഉണ്ടായിരിക്കണം. സോ ദാറ്റ് ഈസ് കോൾഡ് എ സെൽഫ് മോണിറ്ററിങ്. The personality trait one have to monitor and regulate. Okay, so it involves being aware of your behavior and impact it has on your environment. എൻവയോൺമെൻറ്റിനും നമ്മുടെ ബിഹേവിയറിനും ചേർന്നതായിരിക്കണം എപ്പോഴും സെൽഫ് മോണിറ്ററിങ്. സോ ഇറ്റ് റെഫേഴ്സ് ടു യുവർ എബിലിറ്റി ടു മോഡിഫൈ യുവർ ബിഹേവിയർ ഇൻ റെസ്പോൺസ് ടു ദ എൻവയോൺമെൻറ്റ്, സിറ്റുവേഷൻ ഓർ സോഷ്യൽ വേരിയബിൾസ്. ഇപ്പം ഇൻ്റർവ്യൂവിന് നമ്മൾ പോകുന്ന ഒരു അപ്പിയറൻസിലോ ഒരു പേഴ്സണാലിറ്റിയിലോ ആയിരിക്കില്ല നമ്മളൊരു കല്യാണത്തിന് പോകുന്നത്, അതുപോലെ ആയിരിക്കില്ല ഒരു മരണത്തിന് പോകുന്നത്. അപ്പോൾ ഒരു സിറ്റുവേഷൻ അനുസരിച്ചും ഓരോ ആൾക്കാർക്കനുസരിച്ചും ഓരോ എൻവയോൺമെൻറ്റിനനുസരിച്ചും നമ്മൾ സെൽഫ് മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. ആൻഡ് ദ പീപ്പിൾ ഹൂ ആർ ഹൈ ഇൻ സെൽഫ് മോണിറ്ററിങ് ആർ മോർ ലൈക്ലി ടു
ചേഞ്ച് ദ ബിഹേവിയർ ഇൻ ഓർഡർ ടു അഡോപ്റ്റ് ഓർ കൺഫേം ടു ദ സിറ്റുവേഷൻ. അല്ലെ, നല്ല സെൽഫ് മോണിറ്ററിംഗ് ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ ഏതൊരു സിറ്റുവേഷനും കറക്റ്റായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. ദ വിൽ ബി ഹാവിങ് എ ഗുഡ് ഇമേജ് ഇൻ ദ പബ്ലിക്. പക്ഷേ സെൽഫ് മോണിറ്ററിങ് കുറവുള്ള ഒരാളോ അവർക്ക് എവിടെ എങ്ങനെ പെരുമാറണമെന്ന് അറിയുന്നുണ്ടാവില്ല. അവരുടെ ഇൻറ്റേർണൽ നീഡ്സ് ആൻഡ് ഫീലിങ്സ് അത് മാത്രമേ ചിന്തിക്കുന്നുണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു നമ്മൾ ഹാപ്പി ആണെങ്കിൽ പോകുന്ന സിറ്റുവേഷൻ എന്ത് സാഡാണെങ്കിലും, ഇപ്പോൾ ഒരു മരണത്തിന് പോയാലും വി വിൽ ബി ഹാപ്പി ഇഫ് വി ആർ നോട്ട് ഗോയിങ് ഓൺ വിത്ത് ദ സിറ്റുവേഷൻ. ഒരു നല്ല സെൽഫ് മോണിറ്ററിങ് ഇല്ലെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾ ഹാപ്പി മൂഡിലായിരിക്കും. പക്ഷെ അത് പാടില്ല. ഇനി നമുക്കൊരു നമ്മൾ ഭയങ്കര സാഡായിട്ടൊരു സിറ്റുവേഷനിലാണ്, ബട്ട് ഒരു കല്യാണത്തിന് പോയിട്ട് അവിടെ പോയി മൂടിയായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ലോ സെൽഫ് മോണിറ്ററിങ് ഉള്ള ആൾക്കാർ എന്ന് പറയും. സോ ദിസ് ഇസ് കോൾഡ് സെൽഫ് മോണിറ്ററിങ്. ഇറ്റ് ഇസ് വെരി എസെൻഷ്യൽ ഇൻ എ ഓർഗനൈസേഷൻ. നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ വളർച്ചയ്ക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സെൽഫ് മോണിറ്ററൈസേഷൻ. ഓക്കെ. സോ ദിസ് ഇസ് ദ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സെൽഫ് മോണിറ്ററിങ്. ഫോർത്ത് ഇസ് നെയിം ദ ഡിഫറെൻറ്റ് തിയറീസ് ഓഫ് ലേണിംഗ്. ഇത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു, ലേണിങ്ങിൻ്റെ തിയറീസ്. Okay, the main ones were the classical conditioning theory, operant theory. Okay, so അങ്ങനെ 4 theories നമ്മൾ പറഞ്ഞു. If anybody is not knowing about that, you just see the previous video. അതിനകത്ത് ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിലാണ്, അതിനകത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നെയിം എന്നേ ചോദിച്ചിട്ടുള്ളൂ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് എന്നേ ചോദിച്ചിട്ടുള്ളൂ. ഇഫ് വി ആർ ആസ്ഡ് ടു എക്സ്പ്ലെയിൻ, കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും ഒരെണ്ണമായിരിക്കാം ചിലപ്പോൾ ചോദിക്കുന്നത്. ഓക്കെ, സോഷ്യൽ ലേണിംഗ് തിയറി എന്താ, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് തിയറി എന്താ, ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ഓർ ഓപ്പറന്റ് തിയറി. ഇത് 4 തിയറീസ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ഇൻഡിവിജ്വലിയും ചോദിക്കാം, ഇൻ ടോട്ടലും ചോദിക്കാം. സോ പ്ലീസ് റെഫർ ടു ദ പ്രീവിയസ് വീഡിയോ. ദെൻ fifth question is, what is the distinguish between the financial and non-financial incentives? ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയിയെ നിലനിർത്തണമെങ്കിൽ നമ്മൾ അവർക്ക് പല രീതിയിലുള്ള ഇൻസെൻറ്റീവ്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇൻസെൻറ്റീവ്സ് ഓർ ബെനിഫിറ്റ്സ് കൊടുക്കേണ്ടി വരും. സോ വാട്ട് ഈസ് മെൻ ബൈ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ? ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്താ, വിച്ച് വിൽ ബി റിലേറ്റഡ് ടു സം ഓഫ് കൈൻഡ് ഓഫ് ഫിനാൻസ് ഓർ amount or money is involved. If money is not involved for the incentive, it is called non-financial incentives. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഇസ് what is financial incentives? Companies provide financial incentives or monetary benefits to those employees both as a motivation and as a reward. ചിലപ്പോൾ മോട്ടിവേഷൻ ആയിട്ടായിരിക്കാം കൊടുക്കുന്നത്, ചിലപ്പോൾ റിവാർഡ് ആയിട്ടായിരിക്കാം കൊടുക്കുന്നത്. മോട്ടിവേഷൻ ടു ഡു ദ സെയിം തിങ്, റിവാർഡ് to appreciate them. Okay, so it is an essential role in satisfying the social security and psychological needs. നമുക്ക് നീഡ്സ്, മാസ്ലോ നീഡ് തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇഫ് നോട്ട് ഐ വിൽ എക്സ്പ്ലെയിൻ ലേറ്റർ. അപ്പോൾ അതിനകത്ത് പല നീഡ്സ് ഉണ്ട്, സോഷ്യൽ നീഡ്സ്, എസ്റ്റീം നീഡ്സ്, സൈക്കോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, അങ്ങനെ പലതുണ്ട്. അതിലെ സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒന്നാണ് ദിസ് ഫിനാൻഷ്യൽ incentives. Okay, so if an employees perform well, then the organization give them a reward as an appreciation for their effort. And when the employees need an added reason to get their best effort, the company promise extra benefit in case they complete a particular task. Some of the common financial incentives are in the ഫോളോയിങ് വേസ്. അപ്പം നമ്മളുടെ ഒരു വർക്ക് നല്ലപോലെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇൻസെൻറ്റീവ്സ് തരും. പിന്നെ ചില എംപ്ലോയീസ് ഉണ്ടാവും, നിങ്ങൾ ഇത്രയും കൂടെ എക്സ്ട്രാ ഇൻസെൻറ്റീവ് തന്നാൽ ഞാൻ കുറച്ചുകൂടെ വർക്ക് ചെയ്യാം എന്ന് പറയുന്നത്, എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന കൺസെപ്റ്റിൽ വരും. അതിന് കുറച്ച് എക്സാമ്പിളാണ് സാലറി ഹൈക്സോ, ദെൻ ഇൻസെൻറ്റീവ്സ്, ദെൻ സ്റ്റോക്ക് ഓപ്ഷൻസ്, ഇൻക്രിമെൻറ്റ്സ്, പ്രോഫിറ്റ് ഷെയറിംഗ്, പീരിയോഡിക് ഹൈക്സ് ഇൻ ദ പേജസ് ഓർ സാലറീസ് ഓഫ് ദി എംപ്ലോയീസ്. ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആയിട്ട് വരുന്നത്. ഇതെല്ലാം മോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റിവാർഡായിട്ടോ കൊടുക്കുന്നതായിരിക്കും. ഇനി നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ വേർ മണി ഇസ് നോട്ട് ഇൻവോൾവ്. സോ എംപ്ലോയീസ് ഓൾസോ ഹാവ് നോൺ മോണിറ്ററി നീഡ്സ്, ബി ഇറ്റ് സൈക്കോളജിക്കൽ, ഇമോഷണൽ, സോഷ്യൽ, ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ. പിന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡൊക്കെ കിട്ടണമെങ്കിൽ വി നീഡ് ടു ഹാവ് സേഫ്റ്റി നീഡ്സിനും നമുക്ക് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആണ് അത്യാവശ്യം. അപ്പം ദേ നീഡ് ടു ഫുൾഫിൽ ദീസ് നീഡ്സ് വിത്തിൻ ദ ജോബ് ഓർ എൽസ് ദേ മേ ലീവ് ഇറ്റ് ഫോർ എ ബെറ്റർ ഓപ്പർച്യൂണിറ്റി എൽസ്വെയർ. നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ നമുക്ക് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ അത് എവിടെ കിട്ടുന്നോ അങ്ങോട്ട് മാറും. അപ്പം പൈസ, സാലറി മാത്രമല്ല ഓരോ എംപ്ലോയീസ് പ്രതീക്ഷിക്കുന്നത്, അവർക്ക് ക്രിയേഷൻ വേണം, ജോബ് സെക്യൂരിറ്റി വേണം. അതൊക്കെയാണ് നോൺ ഫിനാൻഷ്യൽ എന്ന് പറയുക. പൈസയല്ല, പക്ഷേ ആ കമ്പനിയിൽ നിലനിൽക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന പേര്, പെരുമ, അല്ലെങ്കിൽ അതുമായിട്ട് കണക്റ്റഡായി വരുന്ന റിലേഷൻസ്, ഹ്യൂമൻ റിലേഷൻസ്, ഇതൊക്കെയായിരിക്കാം ചിലപ്പോൾ വില കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആയിട്ട് വരുന്നത്. സോ
It is important that any company focus on them as well while they provide financial perks to their employees. The non-financial incentives take care of these needs to motivate employees to perform better in their roles. ഇത് മോട്ടിവേഷൻ ആയിട്ടാണ് കൂടുതൽ ആക്ട് ചെയ്യുന്നത്. റിവാർഡ്സിനേക്കാളും മോട്ടിവേഷൻ ആയിരിക്കും എപ്പോഴും നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. സം ഓഫ് ദ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആർ അപ്രീസിയേഷൻ. ഇപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ കൊടുക്കുന്നു, ബെസ്റ്റ് എംപ്ലോയ് അവാർഡ് കൊടുക്കുന്നു. ദാറ്റ് ഈസ് എ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്. ദെൻ പ്രമോഷൻ, ജോബ് എൻറിച്ച്മെൻറ്റ്, ജോബ് സെക്യൂരിറ്റി, ഹയർ കരിയർ ഓപ്ഷൻസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു. സാലറി ഹൈക്ക് ഇല്ലാതെ പ്രൊമോഷൻ കൊടുക്കുന്നവരുണ്ട്. ചിലപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് കൂട്ടി കൊടുക്കും, അതോറിറ്റീസ് കൂട്ടി കൊടുക്കും. അതെല്ലാം നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആയിട്ട് വരും. സോ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ incentives. And the last is, what are values? What are values? Values are basic and fundamental beliefs that guide or motivate attitudes or actions. They help us to determine what is important to us. Values എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് ബിലീവ്സ് തന്നെയാണ്. ഓരോരുത്തർക്കും അവരുടേതായ വാല്യൂസ് ആയിരിക്കും. ഇറ്റ് മേ ഡിഫർ. ചിലർ നല്ലതെന്ന് വിചാരിക്കുന്ന വേറെ പലവർക്കും മോശമായിരിക്കാം, അല്ലേ? ഒരു ബിസിനസ് മുന്നോട്ട് പോകുന്നവർക്ക്, ഇപ്പം സിഗരറ്റ് കമ്പനിയുടെ ബിസിനസ് ചെയ്യുന്നവർ, അവർ നല്ലതും ചെയ്യുന്നുണ്ട്. ദേ ആർ പ്രൊവൈഡിങ് എ ഓപ്പർച്യൂണിറ്റി ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ. ബട്ട് സിഗരറ്റ് മാനുഫാക്ചറിങ് ഒരു നമ്മൾ സിൻഫുള്ളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ആ ഒരു ആക്ടിവിറ്റി, ആ ഒരു ബിസിനസ്സിനെ ചില ആൾക്ക് അതിന് ഓണറിന് പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കാം, ബട്ട് ഫോർ സം ഓഫ് ദി അതേഴ്സ് ഇറ്റ് വിൽ ബി എ നെഗറ്റീവ് വാല്യൂ. അപ്പോൾ വാല്യൂസ് പല ആൾക്കാരിലും പലതായിരിക്കും. പക്ഷെ അവരുടെ ഒരു വിശ്വാസം, അവരുടെ ഒരു ബിലീഫ്, അതാണ് അവരെ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ, ഗൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അവരുടെ ആക്ഷൻസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന എന്തോ അതിനെ നമുക്ക് വാല്യൂസ് എന്ന് പറയാം. അപ്പം അവരെത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ദം, അത് മനസ്സിലാക്കുന്ന വാല്യൂസിലൂടെ ആയിരിക്കും. ആൻഡ് വാല്യൂസ് ഡിസ്ക്രൈബ് ദ പേഴ്സണൽ ക്വാളിറ്റീസ് വി ചൂസ് ടു embody to guide our action, the sort of person we want to be, the manner in which we treat ourselves and others, and our interaction with the world around us. അപ്പോൾ നമ്മുടെ ആക്ഷനെ എന്ത് ഗൈഡ് ചെയ്യുന്നു, നമ്മൾക്ക് ഏത് ടൈപ്പ് ഒരാളാവണം, അതുപോലെ നമ്മളെ എങ്ങനെ എല്ലാവരും കാണണം, നമ്മൾ ആരെയൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, നമ്മുടെ ഇൻട്രാക്ഷൻസ് എങ്ങനെയാണ്, ഇതെല്ലാം തീരുമാനിക്കുന്നത് നമ്മളുടെ വാല്യൂസ് ആയിരിക്കും. ദ ഇന്നർ വാല്യൂസ് ദാറ്റ് വി ഹോൾ വിൽ ഡിറ്റർമിൻ വാട്ട് വിൽ ബി അവർ deeds, or how we will treat others, how we want to be treated, or what is our range of interaction with others. ഇതെല്ലാം values ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. So value we can say in a narrow sense, that values in narrow sense is that which is good, desirable or worthwhile for a person. good desirable worthwhile എന്ന് പറയുന്നത് ഓരോ ആൾക്കാർക്കനുസരിച്ച്. ഓക്കെ. സോ ആൻഡ് വാല്യൂസ് ആർ മോട്ടീവ് ബിഹൈൻഡ് ദ പർപ്പസ്ഫുൾ ആക്ഷൻ. ഒരു ആക്ഷൻ്റെ മോട്ടീവായിട്ട് ആക്ട് ചെയ്യുന്ന എപ്പോഴും വാല്യൂ ആയിരിക്കും. ഓക്കെ. ദെൻ ദേ ആർ ദ എൻഡ്സ് ടു വിച്ച് വി ആക്ട് ആൻഡ് കം ഇൻ മെനി ഫോംസ്. പല രീതിയിലായിരിക്കും ആ വാല്യൂസിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം ഒരു നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നെ മൈ വാല്യൂ ഈസ് ടു ഗിവ് യു നോളജ്, അതിൻ്റെ കൂടെ എനിക്കുള്ള ബെനിഫിറ്റ്സ്, അങ്ങനെ പല വാല്യൂസ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഓക്കെ. ദെൻ പേഴ്സണൽ വാല്യൂസ് ആർ പേഴ്സണൽ ബിലീഫ് അബൌട്ട് റൈറ്റ് ആൻഡ് റോങ് ഓർ മേ നോട്ട് ബി കൺസിഡർ മോറൽ. അപ്പം ഒരാൾക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഒരാൾക്ക് ചിലപ്പോൾ റൈറ്റ് ആയിട്ട് തോന്നുന്നു, വേറൊരാൾക്ക് റോങ് ആയിരിക്കാം. അപ്പം അതൊരു മോറലി റോങ് ആണെന്നോ മോറലി ഇല്ലാണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ. ഓൾ പീപ്പിൾ ആർ യുണീക്ക്. അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളായിരിക്കും. ഒരാൾക്ക് തെറ്റാറുള്ളത് വേറൊരാൾക്ക് ശരിയാകാം. ആൻഡ് അതാണ് പേഴ്സണൽ വാല്യൂസ് എന്ന് പറയാം. ഇനി കൾച്ചറൽ വാല്യൂസ് ആർ വാല്യൂസ് അക്സെപ്റ്റഡ് ബൈ റിലീജിയൻസ് ഓർ സൊസൈറ്റീസ് ആൻഡ് റിഫ്ലക്ട് വാട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഈച്ച് കോണ്ടെക്സ്റ്റ്. കൾച്ചറൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലീജിയൻ ബേസ് ചെയ്തോ അല്ലെങ്കിൽ സൊസൈറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള വാല്യൂസാണ്. അപ്പോൾ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു കാര്യം ചെയ്യാനോ എങ്ങനെ പെരുമാറണം, നമ്മുടെ ആക്ഷനെ മോട്ടിവേറ്റ് ചെയ്യുന്ന എന്തിനേയും നമുക്ക് വാല്യൂസ് എന്ന് പറയാം. അത് റൈറ്റ് ഓർ റോങ് എന്നുള്ളത് നമ്മുടെ ഓരോ ആൾക്കാരുടെ ബിലീഫായിരിക്കും. ഓക്കെ. സോ പേഴ്സണൽ വാല്യൂസും ഉണ്ട്, കൾച്ചറൽ വാല്യൂസും ഉണ്ട്. ഓക്കെ. സോ ദീസ് ആർ ദ മേജർ 6 questions that I am discussing in the part A. The first one was, what is physical environment? Then what is people? What do you mean by self-monitoring? What are the different theories of learning? അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ്. ദ മേജർ വൺസ് ഇതൊക്കെ ഉള്ളൂ. ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി, ഓപ്പറൻറ്റ് തിയറി, കോഗ്നിറ്റീവ് തിയറി, ആൻഡ് ലാസ്റ്റ് വൺ ഇസ് സോഷ്യൽ ലേണിംഗ് തിയറി. പിന്നെ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ദ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് നമ്മൾ പറഞ്ഞു. ഫിനാൻഷ്യൽ നോൺ ഫിനാൻഷ്യൽ എന്തിനാ? മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫിനാൻഷ്യൽ റിവാർഡുമായിട്ടും വരും.
ഇതും വരും, നോൺ ഫിനാൻഷ്യലിനും ചില റിവാർഡ്സ് ആയിട്ട് വരും. ഇപ്പം നമുക്കൊരു ട്രിപ്പ് അറേഞ്ച് ചെയ്ത് മലേഷ്യ ട്രിപ്സ് എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ പോകുന്നതാണ്. ഒരു കമ്പനിയിലെ സെയിൽസ് പേഴ്സണ് മലേഷ്യ ട്രിപ്പ് അല്ലെങ്കിൽ സ്റ്റോക്ക് അങ്ങനെ പറയുമ്പോൾ അതൊരു ബെനിഫിറ്റ് അല്ല, പൈസയായിട്ടല്ല കൊടുക്കുന്നത്, ഒരു എൻജോയ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ ടീം ഫുള്ളായിട്ട് എൻജോയ്മെൻറ്റിന് എവിടെയെങ്കിലും റിസോർട്ട്സ് ബുക്ക് ചെയ്യുന്നു, അതൊക്കെ കിട്ടില്ലേ, അതെല്ലാം നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിൽ വരും. ഇറ്റ് മോട്ടിവേറ്റ് ആൻഡ് ഇറ്റ് ഓൾസോ ആക്ട് ആസ് എ റിവാർഡ്. പിന്നെ ലാസ്റ്റ് വേർഡ് ഇസ് വാല്യൂ. സോ ദീസ് ആർ ദ 6 questions. ബാക്കി ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ മേജർ ക്വസ്റ്റ്യൻസ് ഫോർ ദ നെക്സ്റ്റ് സെഷൻ നമുക്ക് ബി പാർട്ടായിരിക്കും. ലൈക്ക് this one, what is organization behavior, its nature and contributing disciplines of OB. Then what are the various characteristics of perceiver, perceived and those of the situation which affect perpetual process. Then explain the concept of group development, the stages of group development, differentiate between the external and internal forces, etc. Okay, ഇതിൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ until then, thank you for listening. Please go join the group to get the notes of the same. ഇതിൻ്റെ നോട്ട്സ് കിട്ടാൻ നിങ്ങൾ ആ ഗ്രൂപ്പിൽ വരികയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും. ഓക്കെ, പിന്നെ അതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് ഉണ്ടാവാം. നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് അയച്ചു തരികയാണെങ്കിൽ അത് നമുക്ക് വീഡിയോസ് ആയിട്ടോ നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ടോ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അപ്പം ഒരു കോമൺ പ്ലാറ്റ്ഫോം കിട്ടും, എല്ലാവർക്കും ആ ആൻസേഴ്സ് എല്ലാം അവൈലബിൾ ആക്കാൻ പറ്റും. ഓക്കെ, സോ താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ ആൻഡ് സ്റ്റഡി വെൽ ഫോർ ദ എക്സാം ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.